ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് പേര് എന്നല്ല, 2-3 പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രിപ്പയർ വിത്ത് മീ CO 2026 അപ്പോൾ ആ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ എങ്ങനെയൊക്കെയാണ് 2026 പ്രിപ്പയർ ആയതെന്നുള്ളത്. അപ്പോൾ ഇത് ഇപ്പോൾ എനിക്ക് ലാസ്റ്റ് കിട്ടിയൊരു ഗിഫ്റ്റാണ് കേട്ടോ, ഇന്ന് കിട്ടിയ ഗിഫ്റ്റാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്, ഞങ്ങൾക്ക് ക്ലാസ്സിൽ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ട് എനിക്ക് അവൾ ഗിഫ്റ്റ് ചെയ്തൊരു സംഭവമാണ് ആ ഒരു കപ്പ് കേട്ടോ. ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഈ 2025 കഴിയുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഗിഫ്റ്റ് ചെയ്ത ഒരു ക്യൂട്ട് സംഭവമാണ്. അത് എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി ആ ഒരു സംഭവം. അപ്പോൾ അത് ഞാൻ അന്ന് ഫ്രണ്ടിന് ഗിഫ്റ്റ് മേടിക്കാൻ പോയപ്പോൾ എനിക്ക് വേണ്ടി മേടിച്ചതാണ് കേട്ടോ. ആക്ച്വലി കപ്പ് ഞാൻ പിൻട്രസ്റ്റ് വൈബിൽ അങ്ങനത്തെ ഒരു കപ്പ് ഞാൻ മേടിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ അതെന്നെ എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടി. ഇനിയിപ്പോൾ ആലോചിക്കാം. അപ്പോൾ അടുത്തത് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതൊരു പ്ലാനറാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും, ഇപ്പോൾ ഓൺലൈനിലൊക്കെ ഒരുപാട് പ്ലാനേഴ്സൊക്കെ അവൈലബിൾ ആണ്. ഇങ്ങനത്തെ പ്ലാനർ ബുക്കുകളൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്, നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. പക്ഷേ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാനറാണ് ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്കൊരു ഡേ എന്തൊക്കെ ചെയ്യാൻ എങ്ങനെ വേണം എന്നുള്ളത് എൻ്റേതായ രീതിയിൽ ഞാൻ ക്യാൻവ ആപ്പ് വെച്ചിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് അത് പ്രിൻ്റ് എടുത്തിട്ട് അത് ഒരു A4 4 ഇതായിട്ട് പ്രിൻ്റ് എടുത്തിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു 80 എണ്ണമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത സെറ്റ് ചെയ്യും, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര റിസ്ക് എടുക്കൊന്നും വേണ്ട, ഒരുപാട് അവൈലബിൾ ആണ്, അങ്ങനെ മേടിക്കാം. ഞാൻ വിചാരിച്ചു നമ്മളൊന്ന് സെറ്റ് ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ അത് ഉണ്ടാക്കുമ്പോൾ നമ്മളത് അത്രയും ഡെഡിക്കേഷനിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തോട്ട് കൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോന്ന് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമ്മളത് പിന്നെ കണ്ടിന്യൂ ചെയ്യല്ലോ. അപ്പോൾ അത് എപ്പോഴും എടുത്ത് നോക്കും, അങ്ങനത്തെ കുറച്ച് സ്വഭാവമൊക്കെ എനിക്കുണ്ട്. അപ്പോൾ ഞാനത് ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ അവിടെ തന്നെ ടേബിളിൽ വെക്കുമ്പോൾ എന്നും കാണുമ്പോൾ അതൊരു ഹാബിറ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പുകളിലും അതേപോലെ ഓൺലൈനിലൊക്കെ കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടു ഡു ലിസ്റ്റ് അതേപോലെ ഒരു ഡേ എങ്ങനെ വേണം എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്ത് മാറ്റാം. പക്ഷേ നല്ല യൂസ്ഫുള്ളാണ് ഇങ്ങനത്തെ ഒരു പ്ലാനർ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനതെല്ലാം കട്ട് ചെയ്ത് സെറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ചിലത് പാളിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, വൃത്തിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ഞാൻ ഇതിൽ വെച്ചിട്ട് ഒരു 80 days ഒരു ഹാബിറ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷെ സിമ്പിളാണ് ചെയ്യാൻ. നിങ്ങളിപ്പോൾ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫിക്കേഷൻ ഉണ്ടാവില്ലേ, ആ ഒരു സംഭവം തന്നെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു എന്താ പറയുക, സാറ്റിസ്ഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു സന്തോഷം. അപ്പോൾ അത് ആക്ച്വലി എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാനിതൊരു ബോക്സിലായിട്ട് ഇവിടെ കീപ്പ് ചെയ്യണമെന്നാണ്. അപ്പോൾ അതിനൊരു ബോക്സും കാര്യങ്ങളൊന്നും കാണുന്നില്ല ഇങ്ങനെ വെക്കാൻ. പിന്നെ സ്റ്റാപ്ലർ ചെയ്ത് ഒട്ടിച്ച് വെച്ചാൽ എപ്പോഴും എടുക്കാനൊരു ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് ഞാൻ ഈ ഒരു ബോക്സിലാണ് ഇപ്പോൾ ഞാനത് കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കണേ. ഇനി ആ ബോക്സിനെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ആക്ച്വലി അത് സെറ്റാക്കി എടുക്കാനുള്ള സാധനങ്ങൾ എൻ്റെ കയ്യിലില്ല. അപ്പോൾ അത് മേടിച്ചിട്ട് വേണം ഇനി അത് സെറ്റാക്കണം. ഇനി അത് മേടിച്ച് ചെയ്തിട്ട് ഞാൻ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2026 കഴിഞ്ഞിട്ട് എനിക്കിത് ന്യൂ ഇയർ കഴിഞ്ഞിട്ട് എനിക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ന്യൂ ഇയറിൻ്റെ മുന്നേ എനിക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ December 31 ആയിട്ടുണ്ട്. എന്നാലും സാരമില്ല, എന്തെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ന്യൂ ഇയർ ആയിട്ട് എനിക്ക് വേണ്ടി സ്കിൻ കെയറിന് വേണ്ടി മേടിച്ച ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. കുറച്ച് കാര്യങ്ങൾ എൻ്റെ അടുത്തുണ്ട്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് റോസ്മേരി വാട്ടർ അതുപോലെ സൺസ്ക്രീനും ഒരു ബോഡി റോളുമാണ് എനിക്ക് വേണ്ടത്. അത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ പല ദിവസങ്ങളിലായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാട്ടോ. ഒരു ദിവസം കൊണ്ട് നമുക്ക് എന്തായാലും 2026 എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയൊക്കെ ചേഞ്ചസ് ഒക്കെ നോക്കിയിട്ട് നമ്മുടെ കംഫർട്ട് അനുസരിച്ച് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പലതും പല ദിവസങ്ങളിലായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അടുത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് 2026. അപ്പോൾ ഇതുവരെ നിങ്ങൾ വിഷൻ ബോർഡ് ഉണ്ടാക്കാത്ത ആളാണെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ വിഷൻ ബോർഡ് ഉണ്ടാക്കിയാലുള്ള അഡ്വാൻറ്റേജസ് എന്താ, ഡിസഡ്വാൻറ്റേജസ് എന്താ, അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഷോർട്സ് ആയിട്ടും അതേപോലെ തന്നെ ലോങ് വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ട്. എൻ്റെ 2025 വിഷൻ ബോർഡിനെ പറ്റി ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കട്ടെ. അപ്പോൾ അങ്ങനെ 2026 വിഷൻ ബോർഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, അത് നമുക്ക് 2026 തീരുമ്പോൾ കാണിക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങളെ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ ഞാനൊരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എനിക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റിക്കി നോട്ട്സാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. സാധാരണ ഞാൻ ഒരേ കളറിലുള്ളത് മേടിക്കാറാണ് പതിവ്. എന്ന് വെച്ചാൽ ഇങ്ങനെ മിക്സ്ഡ് കളേഴ്സ് അല്ല മേടിക്കുക, ഒന്ന് തന്നെ ഒരു ഇതായിട്ട്
മേടിക്കാതാണ്. ഇതിലിപ്പോൾ പല കളേഴ്സ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, പിങ്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഹൈലൈറ്റർ ഒന്ന് മാറ്റി പിടിച്ചു. പുതിയ ഹൈലൈറ്റർ അത് തീരാനായിട്ടുണ്ടായിരുന്നു ഏകദേശം. അപ്പോൾ ഞാൻ പുതിയ ഹൈലൈറ്റേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പിങ്കും അതേപോലെ തന്നെ ഓറഞ്ചും യെല്ലോ ആണ് കേട്ടോ. ആക്ച്വലി ഞാൻ റെഡ് മാത്രമേ യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു ഇതുവരെ. അല്ലെങ്കിൽ സ്കെച്ച് പെന്നാണ് ഞാൻ യൂസ് ചെയ്യുക. ഹൈലൈറ്ററിൽ ഞാൻ റെഡ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി കളേഴ്സ് മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനൊരു ബ്രൗണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ എനിക്ക് ഷുഗർ കട്ട് ചെയ്യണമെന്നുണ്ട്. ജനുവരി 1 മുതൽ സക്സസ് ആവുമെന്നറിയില്ല, എന്തായാലും നോക്കാം. ദെൻ അതിൻ്റെ മുന്നേ ഞാൻ നമുക്ക് വേണ്ട ഗമ്മ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കുഞ്ഞ് ഡയറി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ആക്ച്വലി എന്തിനാണെന്ന് എനിക്കറിയില്ല. ജേർണലിംഗ് ഒന്നും ചെയ്യാനല്ല, ആ കുഞ്ഞേത് പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യായിരിക്കും. പിന്നെ ഞാൻ ബുക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു 2 2026 വായിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള 2 ബുക്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ സെക്കൻഡ് ഹാൻഡ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 2 ബുക്സും വായിക്കണം. അത് ആക്ച്വലി ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് ഒന്നെങ്കിലും തീർക്കണം എന്നുണ്ട്. പറ്റുമായിരിക്കും. പിന്നെ ഞാൻ ജിമ്മിൽ പോയി തുടങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്രീൻ ടീ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ നമുക്ക് പതിയെ ഇപ്പോൾ ന്യൂ ഇയറിന് എത്തുന്നതിന് മുമ്പേ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ഇയർ എത്തുമ്പോൾ ഒന്നുകൂടി നമുക്കത് പോകാൻ പറ്റും, ഒന്ന് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയ ബോട്ടിൽ ഞാൻ കണ്ടപ്പോൾ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് ഒരു അടിപൊളി ഇതായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു ഡയറി മിൽക്ക് മേടിച്ച് ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ. എന്തായാലും ഷുഗർ കട്ട് എടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. പിന്നെ അതിന് ശേഷം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കുന്ന ആളായിക്കോട്ടെ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആളായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ സ്റ്റഡി ടേബിൾ അതുപോലെ വർക്ക് ടേബിൾ ക്ലീൻ ആക്കി വെക്കുക. അങ്ങനെ ഒരു നമ്മുടെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കില്ലേ. അപ്പോൾ നിങ്ങൾ 2026 പോണതിന് മുമ്പ് നിങ്ങളുടെ സ്റ്റഡി ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കുക കേട്ടോ. ആക്ച്വലി ഞാൻ ഹോസ്റ്റലിലായതുകൊണ്ടാണ് എനിക്കിവിടെ കാണിക്കാൻ പറ്റാത്തത്. ഞാൻ വീട്ടിൽ എൻ്റെ റൂമിൽ തന്നെ ഒരു മേക്ക് ഓവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ നമുക്ക് വേണ്ടാത്ത ആപ്പുകൾ എല്ലാം നമ്മുടെ ഫോണ് ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ 2025 ഒരുപാട് നെഗറ്റീവൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്ത് നമ്മൾ നല്ലൊരു ഇയർ ആയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ആക്ച്വലി ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഇങ്ങനെ ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ടൊരു വീഡിയോ ഞാൻ ഷോർട്സ് ആക്കി ചെയ്യണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു ഫോർ വാച്ചിങ്.